സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇപ്പോൾ തുടരുകയാണ്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിക്കുകയാണ്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. പലയിടങ്ങളിലും പ്രമുഖരായ സ്ഥാനാർത്ഥികളൊക്കെ ഇതിനോടകം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രികാ സമർപ്പണത്തിന് വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ദിലീഷ തിലകൻ ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ദിലീഷ, ഈ വടക്കൻ കേരളത്തിൽ നിന്ന് ആരൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ പത്രിക നൽകി? എന്തൊക്കെയാണ് വിവരങ്ങൾ ദിലീഷ? ഉന്മേഷ്, ഈ പത്രികാ സമർപ്പണത്തിന് കേവലം മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ പത്രികാ സമർപ്പണം, പ്രമുഖരുടെ പത്രികാ സമർപ്പണം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം എലത്തൂരിലെ LDF സ്ഥാനാർത്ഥി AK ശശീന്ദ്രൻ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. പിന്നാലെ ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി PV അൻവർ, അതുപോലെ തന്നെ കൊടുവള്ളിയിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള PK ഫിറോസ് എന്നിവരാണ് ഇപ്പോൾ പത്രികാ സമർപ്പണം നടത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇനിയിപ്പോൾ ബേപ്പൂരിലെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രകാശ് ബാബു, അതുപോലെ തന്നെ കോഴിക്കോട് സൗത്തിലെ NDA സ്ഥാനാർത്ഥി T രനീഷ്, കോഴിക്കോട് സൗത്തിലെ UDF സ്ഥാനാർത്ഥി ഫൈസൽ ബാബു എന്നിവർ, അതുപോലെ തന്നെ പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ താലിയ എന്നിങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് പേർ കൂടി ഇനി പത്രിക സമർപ്പിക്കാൻ ബാക്കിയുണ്ട്. അവരും അടുത്ത നിമിഷം തന്നെ ഇവിടെ എത്തി പത്രികാ സമർപ്പണം നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ടും എലത്തൂർ മണ്ഡലത്തിലെ LDFിലെ ശശീന്ദ്രൻ്റെ 4ാം ഊഴം കൂടിയാണ്. നമുക്കറിയാം, എലത്തൂർ മണ്ഡലത്തിലെ മുനിസിപ്പലിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ശശീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരുന്നു. അതെല്ലാം തന്നെ സമവായത്തിലെത്തി. എലത്തൂരിൽ മഞ്ഞുരുകിയിരിക്കുന്നു. ഒടുവിൽ ഇപ്പോൾ PC ചാക്കോയും മുക്ക മുഹമ്മദും എല്ലാവരും കൂടി ചേർന്നാണ് എലത്തൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി AK ശശീന്ദ്രനൊപ്പം ജില്ലാ വരണാധികാരിക്ക് മുമ്പിലെത്തി പത്രികാ സമർപ്പണം നടത്തിയത്. കേവലം ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അല്പസമയത്തിനകം തന്നെ മറ്റു സ്ഥാനാർത്ഥികളും ഇവിടേക്ക് എത്തും, പത്രിക സമർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദിലീഷ തിലകനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.